വിശദമായ വാർത്തകൾ നോക്കാം. യുഎഇയുടെ ദീർഘകാല ബഹിരാകാശ ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതിയിൽ മാറ്റം. ഫെബ്രുവരി 26 നിശ്ചയിച്ച വിക്ഷേപണം 27ലേക്കാണ് മാറ്റിയത്. രാവിലെ 10:45 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റിലായിരിക്കും സുൽത്താൻ അൽ നെയാദിയുടെ യാത്ര. ദൗത്യം വിജയിച്ചാൽ ദീർഘകാല ബഹിരാകാശ നിലയത്തിൽ തങ്ങുന്ന ആദ്യ അറബ് സഞ്ചാരിയാകും സുൽത്താൻ അൽ നെയാദി. നാസയുടെ മിഷൻ കമാൻഡർ സ്റ്റീഫൻ ബോവൻ, പൈലറ്റ് വാറൻ ഹോബർഗ്, റഷ്യൻ കോസ്മോനോട്ട് ആൻഡ്രേ ഫെഡ്യാവേവ് എന്നിവരാണ് സഹയാത്രികർ. യുഎഇയുടെ രണ്ടാം ബഹിരാകാശ ദൗത്യമാണിത്. ബഹിരാകാശത്ത് 180 ദിവസത്തിനിടെ 250-ലേറെ പരീക്ഷണങ്ങൾ സുൽത്താൻ അൽ നെയാദി നടത്തും. ദുബായിൽ ബീച്ചുകളും വഴികളും ദുരുപയോഗം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയ അധികൃതർ. അനധികൃതമായി വാഹന പാർക്കിംഗ് നടത്തിയാലും നിയമ നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത വകുപ്പും മുനിസിപ്പാലിറ്റിയും മുന്നറിയിപ്പ് നൽകി. ദുബായിൽ ബീച്ചുകളും വഴികളും ദുരുപയോഗം ചെയ്യുകയും അനധികൃതമായി വാഹന പാർക്കിംഗ് നടത്തുകയും ചെയ്താൽ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് മുനിസിപ്പാലിറ്റിയുമാണ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബീച്ചുകളിലും വഴികളിലുമായി ബോട്ടുകൾ, ക്യാരവൻ, ഫുഡ് കാർട്ടുകൾ, ട്രെയിലർ എന്നിവ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. വഴികളിലും പൊതു പാർക്കിങ്ങുകളിലും ടെന്റുകൾ സ്ഥാപിക്കൽ, കാൽനടയാത്രക്കാരുടെ കാഴ്ചയെയോ യാത്രയെയോ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചെടികൾ നടൽ, വാഹനയാത്രക്കാരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കുടയും ഷെഡുകളും സ്ഥാപിക്കൽ, വേലി, ഗുഹ പോലുള്ളവ നിർമ്മിക്കൽ എന്നിവയെല്ലാം നിയമവിരുദ്ധമാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ആദ്യഘട്ടത്തിൽ സ്ഥലമുടമകൾക്കും താമസക്കാർക്കും മുന്നറിയിപ്പും ബോധവൽക്കരണവുമാണ് നടത്തുക. നിയമലംഘനം തുടർന്നാൽ കർശനമായി നേരിടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ദുബായ്. ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിട്ട് 1 വർഷം പൂർത്തിയായി. 1 വർഷത്തിനിടെ 163 രാജ്യങ്ങളിൽ നിന്നായി 10 ലക്ഷത്തിലധികം പേർ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശിച്ചു. ലോകത്തെ ഏറ്റവും മനോഹര കെട്ടിടമെന്ന ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ വിശേഷിപ്പിച്ച മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിട്ട് 1 വർഷം. ഇതിനകം 10 ലക്ഷത്തിലധികം പേർ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സന്ദർശിച്ചതായി ചെയർമാൻ മുഹമ്മദ് അൽ ഗർഗാവി പറഞ്ഞു. മ്യൂസിയങ്ങളുടെ പരമ്പരാഗത വീക്ഷണം മാറ്റുന്നതിനും ഭാവിയിലേക്ക് ദീർഘവീക്ഷണം നടത്തുന്നതിനും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ നിർണായക പങ്കുവഹിക്കുന്നുവെന്നും അൽ ഗർഗാവി ചൂണ്ടിക്കാട്ടി. 2022 ഫെബ്രുവരി 22-നാണ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാങ്കേതികവിദ്യ, സംരംഭകത്വം, സമ്പദ് വ്യവസ്ഥ, ബഹിരാകാശം, വിനോദസഞ്ചാരം, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട 180-ലേറെ പ്രാദേശിക അന്താരാഷ്ട്ര പരിപാടികൾക്ക് മ്യൂസിയം വേദിയായി. രൂപകൽപ്പന കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള മ്യൂസിയത്തിന് ഇതുവരെ 10 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി, റോബോട്ടുകൾ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 77 മീറ്റർ ഉയരത്തിൽ 30,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ദുബായ് ഷെയ്ഖ് സായിദ് റോഡിന് അരികിൽ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ തലയുയർത്തി നിൽക്കുന്നത്. ന്യൂസ് 18 ദുബായ്. സിഎസി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹക്കീം ഫൈസി അദ്രിശ്ശേരി രാജിവെച്ചു. സംസ്ഥാന ലീഗ് ഭിന്നത തീർക്കുന്നതിന്റെ ഭാഗമായാണ് രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങളല്ല സിഎസി ജനറൽ ബോഡിയായിരുന്നു രാജി ആവശ്യപ്പെടേണ്ടത്. അനവസരത്തിൽ സംസ്ഥയിലെ ഒരു വിഭാഗം അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആ ജനറൽ സെക്രട്ടറി സ്ഥാനം ഞാൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല. രാജിവെച്ചു എന്ന് പറയുന്ന വാർത്ത കൃത്യമല്ല. ഇപ്പോൾ എൻ്റെ ഔദ്യോഗികമായ രാജി ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൊടുത്തയച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ വഴി പാസ് ചെയ്തിരിക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നലെ എന്നോട് രാജി ആവശ്യപ്പെട്ടു. ഞാൻ രാജി കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. അത്രമാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ രാജി സമർപ്പിക്കപ്പെടേണ്ടത് സിഐസിയുടെ ജനറൽ ബോഡിക്കാണ്. ജനറൽ ബോഡി രാജി പരിഗണിക്കുകയും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയുമാണ് വേണ്ടത്. മുത്തലാഖിലെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത്. മുത്തലാഖിനെ കുറ്റകരമാക്കിയതിനെ മുഖ്യമന്ത്രി എതിർക്കുന്നത് അറിയില്ലായ്മ കൊണ്ടാണ്. ഇസ്ലാമിക നിയമത്തിലും മുത്തലാഖ് കുറ്റകരമാണ്. ഇടതു പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ഇടതിന്റെ നിലപാട് അവരുടെ അധികാര കൊതിയെ കാട്ടുന്നുവെന്നും CNN ന്യൂസ് 18 നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ ഗവർണർ ആരോപിച്ചു. What language that person is speaking? My couple of last questions. Yes. Kerala Chief Minister Pinarayi Vijayan recently wrote a letter to you asking to clear 8 bills that are awaiting approval by Raj Bhavan. You have asked ministers to meet and clear your doubts. Reports are suggesting that they are likely to meet you tomorrow. Can we see some reconciliation here? No, where is the question of it? There is no dispute.
I had written to him 6 months back. In fact, last 3 years, I have written number of letters saying to him, it is your constitutional duty to brief me regularly. He never performed his constitutional duty. He never comes to Raj Bhavan. On these bills, I wrote to him about 6 months back. I have certain queries. I want to be briefed about them. More than 6 months. About 4 months back, he wrote to me that the ministers concerned will come and brief you. They never came. And last week he wrote to me that an appointment was given to them which was cancelled. He's talking about a day on which I was not even in Trivandrum. So I clarified it. I said, this is not right. Nobody has sought any appointment. Nobody has come to me. No appointment was given. No appointment was cancelled. So they are coming tomorrow. If they are able to satisfy me, because, for instance, they want, on the question of the Lok Ayukta, the government itself wants to sit in judgment. Nobody can be a judge in his own cause. If they are able to satisfy me, I will clear the bill. If they are not able to satisfy me, I will further apply my mind. And if I find it a fit case, I will refer these things to Honorable President of India. Because don't forget, in 2001, Honorable Supreme Court in the case of Tamil Nadu has clearly said that the oath which governor takes to defend, preserve and protect the constitution and the laws is not a mere formality. He cannot allow anything to be done which is contrary to the constitution and the laws. I am duty bound. I cannot do otherwise. There is no dispute, therefore no question of reconciliation. They have to satisfy me that these measures do not contradict the provisions of the constitution and the spirit of those provisions and the laws. And I am open to discussion. പോലീസിനെതിരെ കൊലവിളി പ്രസംഗവുമായി യുവമോർച്ച ബി.ജെ.പി. നേതാക്കൾ കോഴിക്കോട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ സമരം നടത്തിയ യുവമോർച്ച പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചതിനെതിരെയുള്ള കമ്മീഷണർ ഓഫീസ് മാർച്ചിലായിരുന്നു ബി.ജെ.പി. ജില്ലാ സെക്രട്ടറിയുടെയും യുവമോർച്ച ജനറൽ സെക്രട്ടറിയുടെയും വിവാദ പ്രസംഗം. 2 നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ സമരം നടത്തുന്നതിനിടെയാണ് യുവമോർച്ച പ്രവർത്തകൻ വൈഷ്ണവേഷിനെ പോലീസ് മർദ്ദിച്ചത്. പോലീസ് നടപടിക്കെതിരെ യുവമോർച്ച കോഴിക്കോട് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിലായിരുന്നു യുവമോർച്ച ബി.ജെ.പി. നേതാക്കളുടെ കൊലവിളി പ്രസംഗം. യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ച നടക്കാവ് CI ജിജീഷിന്റെ കൈവെട്ടുമെന്നായിരുന്നു ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി മോഹനന്റെ ഭീഷണി. ഞങ്ങളൊരു നിമിഷം അനുവദിച്ചാൽ ആ കൈപ്പത്തി കാണില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ CI ജിജീഷിന്റെ മൃതദേഹം ഒഴുകി നടക്കുന്നത് കാണേണ്ടി വരുമായിരുന്നെന്ന് യുവമോർച്ച ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറുമായ റനീഷ്. ജിജീഷേ, ഞങ്ങളുടെ പ്രവർത്തനെ നീ അടിച്ചിട്ടുണ്ട് എങ്കിൽ, ആ കാക്കിയുടെ ബലത്തിലാണ് നീ അടിച്ചതെങ്കിൽ, ആ കാക്കി മാത്രമാണ് നിന്റെ സംരക്ഷണം എന്നുള്ളത് നീ ഓർത്തോ. മറിച്ച് നീ പോലീസുകാരനല്ലാതെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകനെ അടിച്ചിരുന്നതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ശവശരീരം ഈ റോഡിലൂടെ കേരളത്തിലെ ജയിലുകളിൽ തങ്ങളുടെ നേതാക്കൾ കഴിയുന്നത് മാങ്ങ പറിക്കാൻ പോയതുകൊണ്ടല്ല, കൊണ്ടും കൊടുത്തും തന്നെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നും ബി.ജെ.പി. യുവമോർച്ച നേതാക്കൾ പറഞ്ഞു. കൊലവിളി പ്രസംഗം നടത്തിയ മോഹനനും റനീഷിനുമെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ബ്ലാക്ക് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. മാർച്ചിന് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. നികുതി വർധനയ്ക്കെതിരെ മലപ്പുറം കളക്ടറേറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. നികുതി വർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളെ പോലീസ് നേരിടുന്ന രീതിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചാണ് കറുത്ത വസ്ത്രമണിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി, പിന്നാലെ കണ്ണീർവാതകവും. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണിന് പരിക്കേറ്റു.
ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയതും സംഘർഷത്തിനിടയാക്കി. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹമാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ തമ്പടിച്ചത്. നികുതി വർധനയ്ക്കെതിരെ മലപ്പുറത്ത് യൂത്ത് ലീഗ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലും സംഘർഷമുണ്ടായി. യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് 18 മലപ്പുറം, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ചാവേർ സംഘം തന്നെയെന്ന് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി മരിക്കാനാണ് പ്രതിഷേധക്കാരുടെ ശ്രമം. അതിന് തടയിടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊന്നും മാറ്റി വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ചാവേർ സംഘം ആണ് എന്ന് ഞാൻ ആദ്യം തന്നെ ഉദ്ഘാടനത്തിന് തോന്നുന്നു തന്നെ പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസുകാർ ഇത്രയും ഭംഭിച്ച രീതിയിൽ ആളുകൾ മുഖ്യമന്ത്രി വരുമ്പോൾ അണിചേരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചല്ലോ. ഇന്നലെ കോടതി പോയപ്പോൾ കേൾവി മനസ്സിലായില്ലേ സംഭവം? യൂത്ത് കോൺഗ്രസ്സുകാരനും കോടതി പോയി. എന്താ കോടതി പോയി പറയുന്നത്? ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു എന്നാണ്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സമരം, നിങ്ങളുടെ സമരം ജനകീയ സമരം മറ്റാണോ? ഒന്നോ രണ്ടോ ആളുകൾ ഓടിയിട്ട് വണ്ടീൻ്റെ മുമ്പിൽ ചാടുക. ആ വണ്ടീൻ്റെ മുമ്പിൽ ചാടി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ മുഴുവൻ പെടാപാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. അച്ചിരി മാഞ്ഞു. പ്രശസ്ത സിനിമ TV സീരിയൽ താരം സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കൊച്ചി രാജഗിരി ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഏറെ നാൾ. മലയാള കലാലോകത്തിന് തീരാനഷ്ടമായി അകാലത്തിൽ ഒരു പ്രതിഭ കൂട് വിടവാങ്ങി. കൊച്ചി രാജഗിരി ആശുപത്രിയിൽ രാവിലെ 9:35ഓടെയാണ് സുരഭി സുരേഷിന്റെ അന്ത്യം. കരൾ രോഗം വർദ്ധിച്ചതിനെ തുടർന്ന് ജനുവരി 28-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സ്ഥിതി നാൾക്കുനാൾ വഷളായി. പ്ലാസ്മ ചികിത്സയടക്കം നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ലെന്നും അവയവമാറ്റത്തിനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയായിരുന്നുവെന്നും ചികിത്സിച്ച ഡോക്ടർ സണ്ണി പറഞ്ഞു. ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അനുമതി നൽകുവാനായിട്ടിരിക്കുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിനുള്ള എല്ലാ ക്രമങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് കൂടുകയും ഇതിനുള്ളതായ അവയവമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ നിമിഷം മുതൽ തന്നെ ഈ ചികിത്സയോട് പ്രതികരിക്കാതെ സുബി മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വൃക്കയെ ചെറുതായിട്ട് ബാധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അത് ഹാർട്ടിനെ ബാധിച്ചു. ഒരു കാർഡിയാക് ഫെയിലറിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ കാർഡിയാക് ഫെയിലർ കൊണ്ടാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. സുബി സുരേഷിന്റെ മൃതദേഹം ഇന്ന് രാജഗിരി ആശുപത്രിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ വരാപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ചേരാനല്ലൂർ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. നമ്മുടെ ഡോക്ടർമാരോടൊക്കെ 2-3 തവണ ഇന്നലെയും കൂടെ ഇവിടുത്തെ ചീഫിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവസ്ഥകളിൽ തന്നെയാണ്. നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങളിലെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. കരൾ സംബന്ധമായ അസുഖമായിരുന്നു. അതിൻ്റെ മറ്റ് കാര്യങ്ങളും ട്രാൻസ്പ്ലാന്റും ഡോണറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഹൃദയം വീക്കായി എന്ന് പറഞ്ഞു. അതിൻ്റെ തിരക്കുകളിലോട്ട് പോയി. കോമഡി സ്കിറ്റുകളിലൂടെ കലാരംഗത്തെത്തിയ സുബി സുരേഷ് 25ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. TV ഷോകളിൽ അവതാരകയുമായിരുന്നു. വലിയ സൗഹൃദ വലയമുണ്ടായിരുന്ന സുബി സുരേഷിന്റെ അകാല വിയോഗം ആരാധകർക്ക് ഞെട്ടലായിരുന്നു. ന്യൂസ് 18 കൊച്ചി. സുബിക്ക് ആദരാഞ്ജലി അറിയിച്ചതിനൊപ്പം കരൾമാറ്റം നടത്തി ജീവിതം രക്ഷിക്കാൻ നടത്തിയ വിഫല ശ്രമത്തെക്കുറിച്ചുകൂടി സുരേഷ് ഗോപി ഓർക്കുന്നു. അവയവമാറ്റ നിയമത്തിലെ കാഠിന്യമാണ് കരൾമാറ്റം വൈകിച്ചത്. അവയവമാറ്റ നിയമത്തിൽ കുറച്ചുകൂടി കാരുണ വരേണ്ടതാണ്. എന്നാൽ നിയമങ്ങൾ കഠിനമാകാൻ കാരണം ഈ രംഗത്തെ കള്ളത്തരങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. അകാലത്തിൽ എന്ന് പറഞ്ഞാലും നമുക്ക് ശരിയാവും തോന്നുന്നു. വളരെ തെറ്റായ പ്രായത്തിലും വളരെ നല്ല സമയത്തുമാണ് ഈ നഷ്ടമുണ്ടാവുന്നത്. ഒത്തിരി സങ്കടകരമായിട്ട് തോന്നുന്നു. ഇത് അങ്ങനെ ഒരു പ്രായമൊന്നും എത്തിയില്ലല്ലോ. പ്രായം എത്തിപ്പോകുന്നതാണെങ്കിലും നമ്മൾ കുറച്ച് നമ്മുടെ ദുഃഖത്തിന് ഒരു ആഴം കുറയുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു TV രംഗത്തെ അല്ലെങ്കിൽ ചെറിയ വിനോദ പെട്ടിയിലെ ഏറ്റവും മുൻപേയായ കൽപ്പന സിനിമയിൽ എങ്ങനെയായിരുന്നു അതുപോലെയുള്ള ഒരു പ്രകടനക്കാരിയായിരുന്നു സുബി.
തീരാ നഷ്ടമെന്നല്ല, ഭയങ്കര കഷ്ടം തോന്നുന്നു. എന്തോ ഇത് ഒരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നഷ്ടം തന്നെയാണ്. അതിനുള്ള സമയമൊന്നും ആയില്ലായിരുന്നു. അതിൽ ദുഃഖമുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. അനധികൃത യാത്രയിൽ ADM-നെതിരെ ഒടുവിൽ നടപടി. അനധികൃത യാത്രാ വിവാദത്തിൽ കോട്ടയം ADM ജിനു പുന്നൂസിനെതിരെ നടപടി. ADM സ്ഥാനത്ത് നിന്ന് നീക്കിയ ജിനു പുന്നൂസിനെ മലപ്പുറം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായി മാറ്റി നിയമിച്ചു. ജിനു പുന്നൂസിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതുവരെ ഉറങ്ങിയിരുന്ന റവന്യൂ വകുപ്പിനും മന്ത്രി കെ രാജനും ഒടുവിൽ കണ്ണു തുറക്കേണ്ടി വന്നു. അനധികൃത യാത്രാ വിവാദത്തിൽ ജിനു പുന്നൂസിന് ADM കസേര തെറിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നടത്തിയ അടിയന്തര നിർദ്ദേശത്തിനൊടുവിലാണ് റവന്യൂ വകുപ്പ് ധൃതിയിൽ ഉത്തരവിറക്കിയത്. അടിയന്തരമായി ADM സ്ഥാനമൊഴിയാൻ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. മലപ്പുറത്തെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറായാണ് പുതിയ നിയമനം. അനധികൃത യാത്രയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകിയതാണ് ജിനു പുന്നൂസിന് ഒടുവിൽ വിനയായത്. ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയ അന്വേഷണത്തിൽ ജിനു പുന്നൂസ് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കബളിപ്പിക്കുകയായിരുന്നു. ഇതോടെയാണ് അടിയന്തരമായി അച്ചടക്ക നടപടിക്ക് നിർദ്ദേശമുണ്ടായത്. ഇതുവരെ പരാതിയെക്കുറിച്ച് പോലും അറിയില്ല എന്ന് പലതവണ പറഞ്ഞ കെ രാജനും ഇതോടെ വെട്ടിലായി. റവന്യൂ മന്ത്രി കെ രാജന്റെ സംരക്ഷണ വലയത്തിനും ഒടുവിൽ ADM ജിനു പുന്നൂസിനെ രക്ഷിക്കാനായില്ല. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ADM അനധികൃത യാത്ര നടത്തിയത്. ഈ പണം തിരിച്ചുപിടിക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കബളിപ്പിച്ചതടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്തി തുടർ നടപടിയും ഉണ്ടാകണം. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അതേസമയം ജിനു പുന്നൂസിനെതിരായ നടപടി വൈകിയില്ലെന്ന് മന്ത്രി കെ രാജൻ. ADM-നെതിരായ പരാതി അവർ തന്നെ അന്വേഷിച്ചതിൽ അനൌചിത്യം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ആ ഉദ്യോഗസ്ഥയ്ക്ക് ദൂരത്തേക്ക് യാത്ര പോകേണ്ടി വന്നില്ലേ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.